ഉപരാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ പദവി ഒഴിയുകയാണെങ്കിൽ, ഒരുപക്ഷെ മരണം മൂലം അല്ലെങ്കിൽ രാജി മൂലം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒഴിയുകയാണെങ്കിൽ എത്രയും വേഗം ആസ് സൂൺ ആസ് പോസിബിൾ ആ സ്ഥാനത്തേക്ക് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഉപരാഷ്ട്രപതിയെ നിശ്ചയിക്കണം, തെരഞ്ഞെടുക്കണമെന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്. രാജ്യസഭാംഗങ്ങളും ലോക്സഭാംഗങ്ങളും ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ NDAക്ക്, ഭരണമുന്നണിക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കാനുള്ള അംഗബലവും ശക്തിയും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP നിശ്ചയിക്കുന്ന ആൾ തന്നെയായിരിക്കും ഉപരാഷ്ട്രപതിയായിട്ട് വരിക. പക്ഷെ ഇപ്പോഴും ജഗദീപ് ധൻഖർ എന്തുകൊണ്ട് രാജിവെച്ചു എന്ന ചർച്ച അല്ലെങ്കിൽ ആ സംശയം, അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ മാർച്ചിൽ ഒരു നെഞ്ചുവേദന ഉണ്ടായി. ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ കാരണം ന്യൂഡൽഹിയിലെ എയിംസില് ചികിത്സയൊക്കെ നൽകിയതാണ്. പക്ഷെ അത്ര വലിയൊരു ഗൗരവമുള്ള രോഗമാണെന്ന് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല, ആരും പറഞ്ഞിട്ടുമില്ല. ഒരു ട്രീറ്റ്മെന്റ് നടന്നു എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ മറ്റെന്തോ കാരണങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. അദ്ദേഹം മോദിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ആദ്യം ജനതാദളായിരുന്നു, പിന്നീട് കോൺഗ്രസിൽ വന്നു, അതിനുശേഷമാണ് BJPയിൽ ചേരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാൾ ഗവർണർ ആയിരിക്കുമ്പോഴാണ് BJPക്ക് വേണ്ടി, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെ ഒരു പ്രധാന പ്രതിപക്ഷ കക്ഷിയായ BJPയേക്കാൾ കൂടുതൽ മമതാ ബാനർജിയെ എതിർത്ത ഒരു ഗവർണറായിരുന്നു അദ്ദേഹം. പിന്നീട് രാജ്യസഭയിൽ അദ്ദേഹം പ്രതിപക്ഷവുമായി നിരന്തരം കലഹത്തിലായിരുന്നു. അവരുടെ പല അവകാശങ്ങളും രാജ്യസഭാ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം നിഷേധിക്കുകയാണെന്ന് വ്യാപകമായ പരാതികൾ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ ഇതുവരെ ഒരു രാജ്യസഭാ ചെയർമാനെ പറ്റി ഇതുപോലെ ആക്ഷേപം ഉണ്ടായിട്ടില്ല. അതായത് സ്പീക്കറാണെങ്കിലും രാജ്യസഭാ ചെയർമാൻ ആണെങ്കിലും സർക്കാരിന്റെ ബിസിനസ് നടത്തി കൊടുക്കുക, ഒപ്പം പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ഇതാണ് അവരുടെ ഉത്തരവാദിത്വം, ജോലി. പക്ഷെ ഇവിടെ സർക്കാരിന്റെ ബിസിനസ് നടത്തി കൊടുക്കുകയും ചെയ്യും, സർക്കാരിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അധ്യക്ഷനായിരുന്നു ജഗദീപ് ധൻഖർ. നമ്മൾ ഈ പങ്ക്തിയിൽ തന്നെ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുമുണ്ട്. അത്തരത്തിൽ വിശ്വസ്തനായവരാണ്. എന്തുകൊണ്ട് ഇപ്പോൾ രാജിവെക്കുന്നു? സർക്കാരുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അതാണ് കാരണമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു കർഷക പുത്രനെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളാണ്. നേരത്തെ ഹരിയാന, പഞ്ചാബ് മേഖലകളില് വലിയ കർഷക പ്രക്ഷോഭം നടന്നപ്പോൾ അദ്ദേഹം സർക്കാരിനെ ശക്തമായിട്ട് വിമർശിച്ചിരുന്നു. പിന്നീട് ഗുസ്തി താരങ്ങളുടെ ഒരു പ്രക്ഷോഭം, അതിനെയും അനുകൂലിച്ച ആളാണ് ജഗദീപ് ധൻഖർ. ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസായ യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യുന്ന പ്രമേയം സംബന്ധിച്ച് സർക്കാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതായി പറയുന്നു. അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം ലോക്സഭയിൽ വന്നതാണ്. അത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒപ്പിട്ടതാണ്. പക്ഷേ രാജ്യസഭയില് 63 പ്രതിപക്ഷ അംഗങ്ങൾ മാത്രം ഒപ്പിട്ട ഒരു പ്രമേയമാണ് പരിഗണനയ്ക്ക് വന്നത്. അത് സ്വീകരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം രാജ്യസഭയിൽ ഇത് സംബന്ധിച്ചൊരു പ്രസ്താവന നടത്തുമ്പോൾ അത് സ്വീകരിക്കുന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹം വ്യക്തമായിരുന്നു. പക്ഷെ ഗവൺമെന്റിന് അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. അതായത് പ്രതിപക്ഷ അംഗങ്ങൾ മാത്രം ഒപ്പിട്ട ഒരു നോട്ടീസ് സ്വീകരിക്കണോ എന്ന കാര്യത്തില് ചെയർമാനും സർക്കാരും തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതായിട്ടും പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ രാജിയുടെ യഥാർത്ഥ കാരണങ്ങൾ, രാഷ്ട്രീയ കാരണങ്ങൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും വ്യക്തമല്ല. മോദി സർക്കാരുമായിട്ടുള്ള എന്തോ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലാണ് അദ്ദേഹം രാജിവെക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ സർക്കാരുമായുള്ള നയപരമായ വിയോജിപ്പിന്റെ പേരിൽ രാജിവെച്ച ഉപരാഷ്ട്രപതിയുടെ സ്ഥാനത്തേക്ക് ജഗദീപ് ധൻഖറിന്റെ പിൻഗാമിയായി സ്വന്തം പാർട്ടിയായ കോൺഗ്രസുമായി ഇപ്പോൾ രമ്യതയിലില്ലാത്ത ശശി തരൂർ കടന്നു വരുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന ധാരാളം പ്രമുഖര് BJPയിലുണ്ട്, BJPയുമായി ബന്ധപ്പെട്ടവരുണ്ട്. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിമാര്, അല്ലെങ്കിൽ നിലവിലുള്ള ഗവർണർമാര്, അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാരിന് പുറത്തു നിൽക്കുന്ന പ്രമുഖ BJP സംഘപരിവാർ നേതാക്കള്, ഇവരിൽ നിന്ന് ആരെങ്കിലും ഒരാളെ BJPക്ക് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഈ ജഗദീപ് ധൻഖർ തന്നെ പശ്ചിമ ബംഗാളിലെ ഗവർണർ ആയിരിക്കുമ്പോഴാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ ധാരാളം ഗവർണർമാരുണ്ട്, മിടുക്കന്മാരായ ആളുകളുണ്ട്. അതിൽ തന്നെ ഒരു പ്രമുഖ മലയാളിയുണ്ട്, നമ്മുടെ CB ആനന്ദബോസ്. അദ്ദേഹം പശ്ചിമ ബംഗാളിൽ തന്നെയാണ്. പശ്ചിമ ബംഗാളിൽ അവിടുത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായിട്ടുള്ള യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത പോരാട്ടങ്ങളിലൂടെയാണ് ജഗദീപ് ധൻഖർ സത്യം പറഞ്ഞാൽ മോദിയുടെയും മറ്റും കണ്ണിലുണ്ണിയായി മാറുന്നത്.
അതുതന്നെയാണ് നമ്മുടെ CV ആനന്ദബോസും കൽക്കത്തയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. DDയുമായിട്ട് നിരന്തര പോരാട്ടമാണ്. സർക്കാർ ചടങ്ങുകളിൽ പങ്കെടുക്കാനില്ല എന്ന് പോലും അദ്ദേഹം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോ വേണമെങ്കിൽ നമുക്ക് CV ആനന്ദബോസിന്റെ കാര്യവും ആലോചിക്കാവുന്നേ ഉള്ളൂ. ഗവർണർമാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഈ പദവിയിലേക്ക് എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മുടെ ആനന്ദബോസ് ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്ററായിട്ട് അവിടെ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പദവിയിലേക്ക് ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേര് ബീഹാറിലെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറാണ്. ആ സംസ്ഥാനത്ത് ഇപ്പോൾ ഉടനെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെ JDU, അതായത് നിതീഷ് കുമാറിന്റെ പാർട്ടിയും BJPയും തമ്മിൽ സഖ്യത്തിലാണ്. അടുത്ത കാലത്താണ് ആ സഖ്യം ഉണ്ടായത്. അപ്പോ അവിടെ BJPക്കാണോ കൂടുതൽ സീറ്റ് കിട്ടുക, നിതീഷ് കുമാറിന്റെ പാർട്ടിക്കാണോ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും നിതീഷ് കുമാർ രംഗത്തുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാതെ മുന്നോട്ട് പോവുക BJPക്ക് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷെ അദ്ദേഹം അവിടെ ഇല്ലെങ്കിൽ, ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണെങ്കിൽ, ഒഴിവാക്കി നിർത്തുകയാണെങ്കിൽ BJPക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കും. അത് BJPയുടെ മനസ്സിലുണ്ട്. അതായത് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിതീഷ് കുമാറിനെ കൊണ്ടുവരിക, എന്നിട്ട് ബീഹാറിൽ മുഖ്യമന്ത്രി പദം BJPക്ക് അവകാശപ്പെടാവുന്ന രീതിയിൽ ഒഴിവാക്കിയിടുക. ആ ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം BJPക്ക് ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിതീഷ് കുമാറിനെ ആലോചിക്കാവുന്നതാണ്. അതുപോലെ ഇപ്പോഴത്തെ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായ ഹരിവംശ് നാരായൺ സിംഗ്, അദ്ദേഹം JDUവിൽ പെട്ടതാ, നിതീഷ് കുമാറിന്റെ പാർട്ടിയിൽ പെട്ടതാ. നിതീഷ് കുമാർ BJPയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുമ്പോഴും ഹരിവംശ് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് തുടരുകയായിരുന്നു. അദ്ദേഹം JDUവിലും അംഗമായിട്ട് തുടർന്നു. അദ്ദേഹം വളരെ വിശ്വസ്തനാണ്. ഈ രാജ്യസഭയിലെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതിന് സർക്കാരിന് വളരെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ സർക്കാരിനോട് വളരെ വിശ്വാസ്യത പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഹരിവംശ് നാരായൺ സിംഗ്. അദ്ദേഹത്തെയും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ശശി തരൂർ ഈ പദവിയിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, അദ്ദേഹം ഔട്ട്സൈഡർ ആണെന്നാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം പുറത്തു നിന്നുള്ള ഒരാളാണ്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റുമോ? അദ്ദേഹം സാങ്കേതികമായിട്ട് കോൺഗ്രസ് അംഗമാണ്, BJPക്ക് പുറത്തുള്ള ഒരാളാണ്. പക്ഷേ പ്രയോഗത്തിൽ അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് BJPയിലുള്ള പലരെയുംകാൾ ഇൻസൈഡറാണ് അദ്ദേഹം. BJPക്ക് വേണ്ടി സദാ സംസാരിക്കുകയും BJPക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, കോൺഗ്രസിനെ, അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയെ വലിയ പ്രതിസന്ധികളിലേക്ക് തള്ളിയിടുന്നതും ശശി തരൂർ തന്നെയാണ്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ ഒരു ഔട്ട്സൈഡർ എന്ന മുദ്രകുത്തി മാറ്റി നിർത്തുന്നത് ശരിയായ ഒരു കാര്യമായിരിക്കില്ല. അത് മാത്രമല്ല, കോൺഗ്രസിനും അദ്ദേഹം ഉപരാഷ്ട്രപതിയാകുന്നത് സന്തോഷമായിരിക്കും. കാരണം അദ്ദേഹം ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ പാർട്ടിയില് അത് ഒഴിവായി കിട്ടുമല്ലോ. വിശ്വപൗരനായ ശശി തരൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നുള്ള ചീത്തപ്പേര് ഒഴിവാക്കുകയും ചെയ്യാം. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വൈകാതെ ഒരു ഉപതെരഞ്ഞെടുപ്പ്, ലോക്സഭ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഒരു ബൈ ഇലക്ഷൻ പ്രതീക്ഷിക്കുകയും ചെയ്യാം. കേന്ദ്ര സർക്കാരിനും മോദിക്കും വേണ്ടി നമ്മുടെ ശശി തരൂർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ കണക്കിലെടുക്കുമ്പോൾ, അതൊന്ന് പരിഗണിക്കുമ്പോൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി ആക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പദവി ഇനി കൊടുത്തേ പറ്റൂ. അതിനെപ്പറ്റിയൊക്കെയുള്ള ധാരാളം ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കോൺഗ്രസിൽ ഇനി നിൽക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ രാജിവെച്ചേക്കും. അപ്പം എങ്ങനെയാണ് ശശി തരൂരിനെ മോദി സർക്കാർ ഉപയോഗിക്കാൻ പോകുന്നത്, എന്ത് പദവിയാണ് നൽകാൻ പോകുന്നത്, ഇതൊക്കെ ചർച്ചാ വിഷയമാണ്. അമേരിക്കയിലോ ചൈനയിലോ ഒക്കെ അംബാസഡർ ആക്കുന്നു, അല്ലെങ്കിൽ നീതി ആയോഗിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നു. ഇനി UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു നല്ല പദവിയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് വേണമെങ്കിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരാൻ സാധിക്കും. അപ്പോ ഈ BJP എന്ന് പറയുന്ന പാർട്ടിക്ക്, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് നന്ദി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ശശി തരൂരിനെ ഉപരാഷ്ട്രപതി ആക്കേണ്ടതാണ്. ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്കാണല്ലോ നമ്മൾ നന്ദി കാട്ടേണ്ടതും നന്ദി പറയേണ്ടതും. അത് നന്നായിട്ട് അസലായിട്ട് സർക്കാരിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞല്ലോ, ചെയ്ത കാര്യങ്ങളോട് കൃതജ്ഞത ഉണ്ടായിരിക്കുക എന്നുള്ള ഒരു സ്വഭാവവിശേഷം അത് BJPക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ശശി തരൂർ ഉപരാഷ്ട്രപതിയാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ സംഭവിച്ചാൽ ഏതെങ്കിലും ഒരു സാധാരണ വിമാനത്തിലെ കാറ്റിൽ ക്ലാസ്സിലല്ലാതെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്ന ഉപരാഷ്ട്രപതിയായി വരുന്ന ശശി തരൂരിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും.